ശിവഗിരി എച്ച് റേഡിയോ സദസനിത പനിത മഗ മഗരിസ സദസനിത പനിത മഗ മഗരിസ ശിവഗിരി എച്ച് റേഡിയോ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് യുവിക, അമേയ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. മുഖ്യമന്ത്രി അറിയാൻ നവകേരളവും ദാരിദ്ര്യത്തിലാണ്. ഭരണഘടനയുടെ 75-ാം വാർഷികം, വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. വീണ്ടും ഗവർണറുടെ നീക്കം, സീസ തോമസും കെ ശിവപ്രസാദും VC-മാർ. കേരളത്തിന് 789 കോടി വായ്പ അനുവദിച്ചു കേന്ദ്രം. സാംസങ്ങിൽ വനിതാ CEO, വിഴിഞ്ഞത്തിന് 795 കോടി അനുവദിച്ച് കേന്ദ്രം. പെൻഷൻ പ്രായം കൂട്ടില്ല, ഭരണപരിഷ്കാര കമ്മീഷന്റെ ശുപാർശ തള്ളി. രാജ്യാന്തര T20 സെഞ്ചുറിയുമായി വിനു ബാലകൃഷ്ണൻ. വേർഡ് ഓഫ് ദി ഇയർ 2024, ഈ വർഷം വെരി ഡിമ്മിയർ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. മുഖ്യമന്ത്രി അറിയാൻ നവകേരളവും ദാരിദ്ര്യത്തിലാണ്. ഫെലോഷിപ്പ് തുക മാസങ്ങളായി കുടിശ്ശിക. രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഫെലോഷിപ്പ് തുകയെന്ന പ്രഖ്യാപനവുമായി തുടങ്ങിയ മുഖ്യമന്ത്രിയുടെ നവകേരള പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പിന് പണമില്ല. 4 മാസമായി ഫെലോഷിപ്പ് കൃത്യമായി ലഭിക്കാത്തതിനാൽ പല ഗവേഷകരും കടക്കെണിയിലാണ്. സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ ഗവേഷണ പദ്ധതിയാണ് നവകേരള പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് CMNPF. 2023 ആദ്യ ഗവേഷക ബാച്ച് നിലവിൽ വന്നത്. ഇതുവരെ കൃത്യമായി മാസം തോറും തുക കിട്ടിയിട്ടില്ല. കുടിശ്ശികയാകുമ്പോൾ ഗവേഷകർ പരാതിയും അപേക്ഷയും അയച്ചാൽ മാത്രമാണ് ഫെലോഷിപ്പ് നൽകുന്നത്. കരുതൽ സഹായധനവും കണ്ടിൻജൻസി ഗ്രാന്റ് കൃത്യമായി ലഭിക്കുന്നില്ല. സർക്കാരിന്റെ കയ്യിൽ പണമില്ല. 2 മാസം കൂടി താമസം ഉണ്ടാകും എന്നാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് കിട്ടുന്ന മറുപടി. ഏറ്റവും ഉയർന്ന ഫെലോഷിപ്പ് എന്ന വിശേഷണം കേട്ട മികച്ച വരുമാനമുള്ള ജോലികൾ ഉപേക്ഷിച്ചു വന്നവരാണ് ഭൂരിഭാഗം ഗവേഷകരും. ഭരണഘടനയുടെ 75-ാം വാർഷികം, വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ഭാരതത്തിന്റെ ഭരണഘടന നിലവിൽ വന്നതിന്റെ 75-ാം വാർഷിക ദിനം സമുചിതമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി നിയമസഭാ സമുച്ചയത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. നെഹ്റു യുവ കേന്ദ്രയുടെ നേതൃത്വത്തിൽ പദയാത്രയായി എത്തിയ 500ഓളം പ്രവർത്തകർക്ക് സ്വീകരണം നൽകി. അവരും നിയമസഭാ ജീവനക്കാരും ഉൾപ്പെടെയുള്ളവർക്ക് നിയമസഭാ സ്പീക്കർ ഭരണഘടനയുടെ ആമുഖം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് സ്പീക്കർ നിയമസഭാ സമുച്ചയത്തിലെ ദേശീയ നേതാക്കളുടെ പ്രതിമകളിൽ പുഷ്പാർച്ചന നടത്തി. ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ച് നവംബർ 26 മുതൽ 28 വരെ നിയമസഭാ ലൈബ്രറിയിൽ വെച്ച് നടത്തുന്ന പുസ്തക പ്രദർശനത്തിന്റെ ഉദ്ഘാടനം സ്പീക്കർ നിർവഹിക്കുകയും പുസ്തക പ്രദർശനം വീക്ഷിക്കുകയും ചെയ്തു. വീണ്ടും ഗവർണറുടെ നീക്കം, സീസ തോമസും കെ ശിവപ്രസാദും VC-മാർ. ഡോക്ടർ സീസ തോമസിനെ ഡിജിറ്റൽ സർവകലാശാലയുടെയും ഡോക്ടർ കെ ശിവപ്രസാദിനെ സാങ്കേതിക സർവകലാശാലയുടെയും വൈസ് ചാൻസലറായി ഗവർണർ നിയമിച്ചു. സാങ്കേതിക സർവകലാശാലയിൽ സ്ഥിരം VC-യെ നിയമിക്കാൻ സംസ്ഥാന സർക്കാർ വിജ്ഞാനപത്രമിറക്കി മുന്നോട്ടു പോകുന്നതിനിടെയാണ് തീരുമാനം. സാങ്കേതിക സർവകലാശാലയുടെ മുൻ VC-യും ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പളുമായിരുന്നു സീസ തോമസ്. കുസാറ്റ് ഷിപ്പ് ടെക്നോളജി വകുപ്പിലെ പ്രൊഫസറാണ് കെ ശിവപ്രസാദ്. കേരളത്തിന് 789 കോടി വായ്പ അനുവദിച്ചു കേന്ദ്രം. വിഴിഞ്ഞം, കൊച്ചി മെട്രോ അടക്കമുള്ള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കായി കേരളത്തിന് 789 കോടി രൂപയുടെ വായ്പ അനുവദിച്ചു കേന്ദ്ര സർക്കാർ. 50 വർഷത്തേക്കുള്ള പലിശരഹിത വായ്പയായാണ് തുക ലഭിക്കുക. വിവിധ സ്കീമുകളായിട്ടാണ് തുക അനുവദിച്ചത്. വിഴിഞ്ഞം, കൊച്ചി മെട്രോ തുടങ്ങിയ പദ്ധതികൾ പൂർത്തിയാക്കുന്നതിന് 497 കോടിയും ടൂറിസം പദ്ധതികൾക്ക് 102 കോടിയും കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പൂർത്തീകരണത്തിന് 190 കോടിയും ചേർത്താണ് ആകെ 789 കോടി രൂപ അനുവദിച്ചത്. സാംസങ്ങിൽ വനിതാ CEO. ദക്ഷിണ കൊറിയയിലെ പ്രമുഖ വ്യവസായ ഗ്രൂപ്പായ സാംസങ്ങിൽ ചരിത്രത്തിൽ ആദ്യമായി വനിതാ CEO ഗ്രൂപ്പ് കമ്പനിയായ സാംസങ് ബയോപിക്സ് കമ്പനിയുടെ CEOയും പ്രസിഡന്റുമായി കിങ് ചുങ്ങിനെയാണ് നിയമിച്ചത്. 86 വർഷത്തെ ചരിത്രത്തിനിടെ ആദ്യമായാണ് സ്ഥാപക കുടുംബത്തിൽ നിന്ന് പുറത്തുനിന്ന് ഒരാൾ സാംസങ് ഗ്രൂപ്പ് കമ്പനിയുടെ CEO പദവിയിൽ എത്തുന്നത്. ദക്ഷിണ കൊറിയയിൽ വ്യവസായ മേഖലയിൽ സ്ത്രീകൾ കമ്പനികളുടെ നേതൃപദവിയിൽ വരുന്നത് വിരളമാണ്. ഈ സാഹചര്യത്തിൽ സാംസങ്ങിന്റെ തലപ്പത്തേക്ക് വനിത എത്തുന്നത് ഭാവിയിൽ സ്ത്രീകൾക്ക് വലിയ പ്രചോദനമാകുമെന്നാണ് കണക്കുകൂട്ടൽ.
ന്യൂറോ ടോക്സിക്കോളജിയിൽ ഡോക്ടറേറ്റ് ആയ കിങ് കമ്പനിയുടെ ഉൽപ്പന്ന വികസന വിഭാഗത്തിനാണ് മേൽനോട്ടം വഹിക്കുന്നത്. വിഴിഞ്ഞത്തിന് 795 കോടി അനുവദിച്ച് കേന്ദ്രം. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് 795 കോടിയുടെ കേന്ദ്ര സഹായം. സംസ്ഥാനങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് കേന്ദ്രം നൽകുന്ന കാപെക്സ് വായ്പ സ്പെഷ്യൽ അസിസ്റ്റന്റ് ഫോർ സ്റ്റേറ്റ് ഇൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് സ്കീം പ്രകാരമാണ് അനുവദിച്ചത്. തുറമുഖ പദ്ധതിയുടെ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് വിഷയത്തിൽ കേന്ദ്രവുമായി തർക്കം തുടരുന്നതിനിടെയാണിത്. കൊച്ചി മെട്രോ പദ്ധതിക്കുൾപ്പെടെ 1059 കോടിയാണ് 2024-25 വർഷത്തേക്ക് കാപെക്സ് പദ്ധതി പ്രകാരം കേരളത്തിന് അനുവദിച്ചത്. 50 വർഷത്തേക്ക് പലിശരഹിതമായാണ് വായ്പ അനുവദിച്ചത്. ഈ സാമ്പത്തിക വർഷം തന്നെ വിനിയോഗിക്കണം. സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ വരില്ലെന്ന പ്രത്യേകതയുമുണ്ട്. പെൻഷൻ പ്രായം കൂട്ടില്ല. ഭരണപരിഷ്കാര കമ്മീഷന്റെ ശുപാർശ തള്ളി. ജീവനക്കാർക്ക് വാർഷിക ആരോഗ്യ പരിശോധന. സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം 60 ഉയർത്തണമെന്ന ഭരണപരിഷ്കാര കമ്മീഷൻ ശുപാർശ അംഗീകരിക്കേണ്ടെന്ന് മന്ത്രിസഭ തീരുമാനിച്ചു. പെൻഷൻ പ്രായം 56 നിന്ന് 60 ആക്കണമെന്നടക്കമുള്ള ശുപാർശകളാണ് VS അച്യുതാനന്ദൻ അധ്യക്ഷനായ കമ്മീഷൻ ശുപാർശ ചെയ്തത്. ശുപാർശകൾ പരിശോധിക്കാൻ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ സെക്രട്ടറി തല സമിതിയെ നേരത്തെ സർക്കാർ നിയോഗിച്ചിരുന്നു. അവർ നൽകിയ നിർദ്ദേശങ്ങൾ ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗം ഭേദഗതികളോടെ അംഗീകരിച്ചു. എല്ലാ ജീവനക്കാർക്കും വാർഷിക ആരോഗ്യ പരിശോധന ഏർപ്പെടുത്തും. രാജ്യാന്തര T20 സെഞ്ചുറിയുമായി വിനു ബാലകൃഷ്ണൻ. രാജ്യാന്തര T20 ക്രിക്കറ്റിൽ വീണ്ടും മലയാളി സെഞ്ചുറി തിളക്കം. കഴിഞ്ഞ ദിവസം നടന്ന T20 ലോകകപ്പിന്റെ ആഫ്രിക്കൻ ക്വാളിഫയർ മത്സരത്തിൽ സെഞ്ചുറി നേടിയ ബോട്സ്വാന താരം വിനു ബാലകൃഷ്ണനാണ് രാജ്യാന്തര T20യിൽ വീണ്ടും ഒരു മലയാളി സെഞ്ചുറി എഴുതിച്ചേർത്തത്. തൃശൂർ സ്വദേശിയായിരുന്നു വിനു ബാലകൃഷ്ണൻ. 66 പന്തിൽ 2 സിക്സും 12 ഫോറും അടങ്ങുന്നതാണ് വിനുവിന്റെ ഇന്നിംഗ്സ്. മത്സരം ബോട്സ്വാന 45 റൺസിന് വിജയിച്ചു. വേർഡ് ഓഫ് ദി ഇയർ 2024. ഈ വർഷം വെരി ഡിമ്യൂർ. അടക്കവും ഒതുക്കവും ശാലീനത എന്നൊക്കെ അർത്ഥം വരുന്ന ഡിമ്യൂർ ആണ് ഡിക്ഷണറി.comന്റെ ഈ വർഷത്തെ വാക്ക്. ടിക്ടോക്കിൽ വൈറലായ ഒരു കുഞ്ഞു വീഡിയോയാണ് നൂറ്റാണ്ടുകളായി പ്രചാരത്തിലിരിക്കുന്ന ഈ വാക്കിനെ 2024 സെലിബ്രിറ്റിയാക്കിയത്. സെലിബ്രിറ്റി ആയപ്പോൾ വാക്കിന്റെ അർത്ഥം നേർവിപരീതമായി. ടിക്ടോക്കറായ ജൂൾ ലെബ്രോണിന്റെ 23 ലക്ഷം പേരിലധികം കണ്ട വീഡിയോയിലെ വെരി ഡിമ്യൂർ വെരി മൈൻഡ്ഫുൾ എന്ന പ്രയോഗം കാരണം ഈ വർഷം ജനുവരി മുതൽ ഓഗസ്റ്റ് അവസാനം വരെ ഡിമ്യൂറിന്റെ പ്രയോഗത്തിൽ 1200% വർധനയുണ്ടായെന്നത്രേ. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ വാക്കിന്റെ അർത്ഥം തേടുന്നവരും അധികമായി. അടക്കവും ഒതുക്കവും ശാലീനതയുമൊക്കെ പോയി ആത്മബോധം, ആത്മവിശ്വാസം തുടങ്ങി ആത്മപ്രകാശനത്തിന്റെ പ്രതിരൂപമായി മാറി ഡിമ്യൂർ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. മുഖ്യമന്ത്രി അറിയാൻ നവകേരളവും ദാരിദ്ര്യത്തിലാണ്. ഭരണഘടനയുടെ 75ാം വാർഷികം. വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. വീണ്ടും ഗവർണറുടെ നീക്കം. സീസ തോമസും കെ ശിവപ്രസാദും VC-മാർ. കേരളത്തിന് 789 കോടി വായ്പ അനുവദിച്ചു കേന്ദ്രം. സാംസങ്ങിൽ വനിതാ CEO. വിഴിഞ്ഞത്തിന് 795 കോടി അനുവദിച്ച് കേന്ദ്രം. പെൻഷൻ പ്രായം കൂട്ടില്ല. ഭരണപരിഷ്കാര കമ്മീഷന്റെ ശുപാർശ തള്ളി. രാജ്യാന്തര T20 സെഞ്ചുറിയുമായി വിനു ബാലകൃഷ്ണൻ. വേർഡ് ഓഫ് ദി ഇയർ 2024. ഈ വർഷം വെരി ഡിമ്യൂർ. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. പോയ വാരത്തിലെ വിജയി. 7ാം ക്ലാസ് D ഡിവിഷനിലെ ഷിഫ മിർസ. പോയ വാരത്തിലെ ചോദ്യവും ഉത്തരവും. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി ഏത് രാജ്യത്തിനു വേണ്ടിയാണ് കളിച്ചിരുന്നത്? അർജന്റീന. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം. ഭാരതത്തിന്റെ ഭരണഘടന നിലവിൽ വന്നിട്ട് എത്ര വർഷമായി? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. മാന്യ ശ്രോതാക്കൾക്ക് നമസ്കാരം. ഇന്നത്തെ കവിതാ പങ്കിൽ നിങ്ങളോടൊപ്പം സന.
സുഭാഷ് ചേർത്തല രചിച്ച അമ്മ എന്ന കവിതയാണ് നിങ്ങൾക്ക് മുമ്പിൽ ചൊല്ലുവാൻ പോകുന്നത്. മക്കളായി 4 പേരുണ്ടെങ്കിലും അമ്മയേകയാണീകയാണിയൂഴിയിൽ. അച്ഛൻ മറഞ്ഞൊരു കാലം മുതൽ കമ്മ ഭാരമായി തീർന്നുവോ 4 പേർക്കും. നാഴൂരി മണ്ണും പകുത്തെടുത്ത് മക്കൾ 4 വഴിക്കായി പിരിഞ്ഞുപോയി. അച്ഛൻ്റെ ആത്മാവുറങ്ങുന്ന മണ്ണിലന്നന്തി തിരികൺ തുറന്നതില്ല. ഉള്ളം തുളുമ്പുന്നൊരോർമ്മകൾ നോവിൻ്റെ ആഴം പെരുക്കി ചിതയെരിച്ചു. ദുശകുനം പോലെ അമ്മയെ കണ്ടൊരാ മക്കൾ നടന്നു മറയുന്നതും നോക്കി നെഞ്ചു പൊളിഞ്ഞമ്മ നീറി നിന്നു. ചെല്ലക്കഥകൾ നുകർന്നു രസിച്ചൊരാ പേരക്കിടാവോടി വന്ന നേരം ശാസിച്ചു നിർത്തി മരുമകളെങ്കിലും മുത്തശ്ശിക്കൊപ്പമൊന്നോടിയെത്താൻ കൈനീട്ടി നിന്നു കരഞ്ഞു പൈതൽ. അന്യയായമ്മൂമനൊന്തു നിൽക്കേ വിങ്ങീനുറങ്ങിയോ കുഞ്ഞിൻ മനം. നിർമ്മല ബാല്യമേ നിന്നിൽ പകനൊട്ടൊരച്ഛനും അമ്മയും എന്തു നേടി. മക്കളെ ഓർക്കുക തീരാത്ത ദുരിതമായി നിങ്ങളെ ചൂഴുന്ന താപമായി തീരുമീ മാതൃശാപം. ആരോ വിലയിട്ടൊരാ 4 കെട്ടിൻ്റെ നോവ് പോലമ്മ പകച്ചു നിന്നു. പോകാനിടമില്ല എന്നൊരു ദുഃഖമല്ലമ്മതൻ നെഞ്ചിൽ തിളച്ചതപ്പോൾ. മഴയിലും പൊള്ളുന്ന പകലിലും മക്കൾക്കായി ഓടിത്തളർന്നൊരാച്ഛൻ്റെ രൂപമാണമ്മയെ വന്നു പൊതിഞ്ഞതപ്പോൾ. അച്ഛനുണ്ടായിരുന്നെങ്കിലെന്നായമ്മ ഉള്ളം തപിച്ചു കൊതിച്ചു പോയി. അച്ഛൻ മറഞ്ഞതിൽ പിന്നെ ഈ അമ്മയെ എന്തേ കിടാങ്ങൾ മറന്നുപോയി. നേരമില്ലമ്മയെ നോക്കുവാനിന്നല്ല മക്കളുമൊന്നായി പറഞ്ഞെങ്കിലും 4 ആരെങ്കിലും വന്നു കൈപിടിച്ചൊപ്പം നടക്കുമെന്നാശിച്ചു പോയി. ആശകൾ പിന്നെയും ബാക്കിയാക്കി പാതി വഴിയിൽ മറഞ്ഞൊരാ അച്ഛൻ്റെ ഓർമ്മയിലമ്മ പിടഞ്ഞു വീഴേ. കൈപിടിച്ചാരോ നടത്തിയ അമ്മയെ ശരണാലയത്തിൽ കവാടം വരെ. ഈകയായി തീർന്നൊരി അമ്മ തൻ നെഞ്ചിലെ തീയൊന്നണയുവാൻ ഒരു വട്ടമെങ്കിലും പോരുമോ മക്കളെ ഈ വഴിയേ. പ്രതിക്രിയയായി വന്നു കൂട്ടിയാലും തീരുമോ മക്കളെ നിങ്ങളെ പോറ്റിയ പെറ്റ വയറിൻ്റെ തീരാക്കടം. പെറ്റ വയറിൻ്റെ തീരാക്കടം. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS Radio.